നമുക്കടെ ലൈഫിൽ ആദ്യ സിനിമയിലേക്ക് കയറിയപ്പോൾ ഉണ്ടായിരുന്ന ദുരനുഭവങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം മൈൻഡ് ചെയ്യാതൊക്കെ, അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നല്ലേ? ഞാൻ 76 ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം 79 പോലീസ് ചേരുന്നത്. ഓ, അന്ന് പോലീസ് ആയിട്ടില്ല. സിനിമയിലാണ് ആദ്യം പോലീസ് ആയത്. മിസ്റ്റർ ഇന്ത്യ ആയിരുന്നു. മിസ്റ്റർ ഇന്ത്യ 84 പോലീസ് ചേർന്നതിന് ശേഷം. എത്ര പ്രാവശ്യം മിസ്റ്റർ ഇന്ത്യ ആയി? 2 പ്രാവശ്യം, 84 92. 84 92. അതെ, മിസ്റ്റർ ഇന്ത്യ. അതെ. അസൂയ തോന്നുന്നുണ്ടോ? അത് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലേ? അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഭയങ്കരമല്ലേ? ഇപ്പോ മകനായി ആ മകളുടെ കുട്ടി, അതായത് പാപ്പ എന്ന് പറയുന്നത് പേരക്കുട്ടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ഇതിൽ പറഞ്ഞ ഉപ്പാപ്പ എന്ന് പറയും. ഞങ്ങളുടെ വല്ലുപ്പ. പക്ഷെ ഈ വല്ലുപ്പാൻ അങ്ങനെ തോന്നില്ല. അങ്ങനെ അതാണ് ഏറ്റവും ഞാൻ പറയാം, എന്താണ് ഈ രഹസ്യം എന്ന് നമുക്കറിയില്ല. അതെന്താണ് അതിന്റെ ഒരു രഹസ്യം? എന്താണ് അത് നമ്മുടെ ഈ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെയാണ് മെയിൻ കാര്യം. അതുമല്ല, ഈ ഇപ്പം ബോഡി ബിൽഡിങ്ങൊക്കെ ചെയ്യുന്നത് കൂടുതൽ പേരും മറ്റേ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് അനാബോളിക് സ്റ്റിറോയിഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ബോഡി ബിൽഡിംഗ് ആണ്. പക്ഷെ അന്ന് ആ കാലഘട്ടത്തിലൊക്കെ ശരിക്കും ഒറിജിനൽ നാച്ചുറലായിട്ടുള്ള ബോഡി ബിൽഡിങ്, നാച്ചുറൽ ഫുഡ്, നാച്ചുറലായിട്ടുള്ള എക്സസൈസ് അങ്ങനെ ചെയ്ത്, അപ്പം നമ്മൾ ആ മരുന്നൊന്നും ഉപയോഗിക്കാതെ കൊണ്ടുള്ള അതിനുള്ള ഗുണം ഇന്നത്തെ ബോഡി ബിൽഡേഴ്സിനുള്ള ഒരു അഡ്വൈസും അതാണ്. അത് ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ബോഡി ബിൽഡിങ് നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ചെയ്യും. ഈ അജിത്തേട്ടനുണ്ടോ 6 പാക്ക്? എനിക്ക് 6 ഇല്ല, 4 ഉള്ളൂ. ബാക്കി 2 ഇവിടെ പോയി. 2 ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല. അത് ഈ പറഞ്ഞ കണക്ക് കൊണ്ടുവരണം അല്ലേ? അതെ, പ്രാക്ടീസ് ചെയ്തെങ്കിൽ അധികം ആൾക്കാർക്ക് ഫാമിലി പാക്കാണ് ഇപ്പോൾ. ഫാമിലി പാക്കാണ് മൊത്തത്തിലുള്ളത്. അജിത്തേട്ടൻ ആദ്യം വന്ന സിനിമകളിൽ എനിക്ക് തോന്നുന്നു ഈ രാജാവിന്റെ മകൻ, 20-ാം നൂറ്റാണ്ട് അങ്ങനെ കുറേ സിനിമകളിൽ അജിത്തേട്ടനെ കാണുമ്പോൾ തന്നെ പേടിയാകുന്ന, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഇൻട്രൊഡക്ഷൻ സീനിലൊക്കെ ഒരു ബാഗ് കൊണ്ട് ഒരു പെട്ടി കൊണ്ട് ഓടുന്ന ഇതൊക്കെ മിക്കവാറും അജിത്തേട്ടനായിരിക്കും. ഇപ്പോൾ അല്ലെങ്കിൽ ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ട് വരും, എന്നിട്ട് മാസ്ക് അടിക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഉണ്ടക്കണ്ണും ഒക്കെ വെച്ചിട്ട്. ഉണ്ടക്കണ്ണല്ല, മനോഹരമായ കണ്ണം. ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടക്കണ്ണം എന്ന് പറയും. ഉണ്ടക്കണ്ണൻ ഇവിടെയുള്ളവരെല്ലാം പറഞ്ഞ ആൾക്കാരെ. അല്ല, അത് കണ്ണൂർക്കാരൻ്റെ കണ്ണിന് ഉണ്ടക്കണ്ണ് എന്ന് പറയുന്ന ആൾക്കാരാണ്. പുള്ളിയുടെ കണ്ണ് ഉണ്ടക്കണ്ണായോണ്ടായിരിക്കും. ഉണ്ടക്കണ്ണ് സാരമില്ല. ഇപ്പൊ കൊല്ലത്തുനിന്നുള്ള ഞങ്ങൾ ഇവിടെ വടക്കോട്ടുള്ളവരൊക്കെ ഉണ്ടക്കണ്ണെന്നല്ലേ പറഞ്ഞത്? അതെ അല്ലേ? ഉമ്മുക്കട കണ്ണിനൊക്കെ ഉണ്ടക്കണ്ണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സ്നേഹത്തിൽ പറയുന്നതാ. അത് വിട്ടു, ഞാൻ വിട്ടു. കുട്ടികളെന്തോ ചോദിച്ചോ. അബൂക്ക 2 തവണ മിസ്റ്റർ ഇന്ത്യ ആളാണല്ലോ. ഇപ്പോൾ ഈ സ്റ്റേജ് വെച്ച് ഷർട്ട് ഒരു ഷോ ചെയ്യാൻ പറ്റുമോ? പുള്ളി ചോദിച്ചതെന്ന് വെച്ചാൽ നിങ്ങളെ ബോഡി പുള്ളിക്ക് മാത്രം തനിയെ ഒന്ന് കാണണം, വെളിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിക്കുക, അല്ലാതെ ഈ പബ്ലിക്കിനെ കാണിക്കണമെന്നല്ല പറഞ്ഞത്. ഇപ്പൊ നമ്മളങ്ങനെ കാണിക്കാൻ പറ്റിയൊരു ബോഡി ഇതല്ലേ. ഇപ്പൊ അത്യാവശ്യം ബോഡി കാണുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് കണ്ടാൽ മതി. അതിൽ പാട്ടിന്റെ സീനിൽ ലാസ്റ്റിൽ ബോഡി കാണിച്ചുകൊണ്ടാണ് ഡാൻസ് ചെയ്യുന്നത്. അതൊരു ശരിയായ ചോദ്യമല്ല. നാദിർ ഷാ പറഞ്ഞ് ചോദിപ്പിച്ചതാണോ? അല്ലല്ല, അവരുടെ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എയർ പിടിക്കും. ഞാനും അവരായിട്ട് യാതൊരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. ഓപ്പണായിട്ട് ഇങ്ങനെ അതാ പയ്യനെ കാണാനുള്ള ഒരു ആഗ്രഹം. അത് നെറ്റ് ഓപ്പൺ ചെയ്താൽ കാണാനല്ലേ? നെറ്റ് ഓപ്പൺ ചെയ്ത് എങ്ങനെ? അല്ല, അങ്ങനെയൊക്കെ നെറ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഏത് സൈറ്റില്? അതെ, ഏത് സൈറ്റില്ലേ? നമുക്ക് സൈറ്റില്ലേ? പിന്നെ ഇഷ്ടംപോലെ സൈറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ കല്ലൂർ സ്റ്റേഡിയം ഇവിടെയൊക്കെ പോവാം. ഇവിടെ ആണെങ്കിലും വെച്ച് കാണിക്കാമെന്നുള്ള കുഴപ്പമൊന്നുമില്ല. അജിത്തേട്ടൻ ബോഡി കാണിച്ചിട്ട് അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ ബോഡി കാണിച്ചിട്ട് എൻ്റെ ബോഡി പിന്നെ അങ്ങനത്തെ ബോഡിയൊന്നുമല്ല. എൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ നല്ല മിഥുൻ ചക്രവർത്തിയുടെ ഒക്കെ ഒരു സ്റ്റൈലിലാണ് ബോഡി. അതിന് 6 പാക്ക് ആയിരുന്നില്ല മിഥുൻ ചക്രവർത്തി അത് പറഞ്ഞു കൊടുത്ത ആരാ? സിനിമയ്ക്ക് അനുയോജ്യമായിട്ട് ഈ കമലഹാസനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടിരിക്കുന്ന പോലെ ഒരു കമലഹാസനൊക്കെ പോലത്തെ ഒരു ബോഡി നമ്മളിപ്പോ നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അബൂക്ക, ബോഡി ബിൽഡ് ചെയ്യാനുള്ള പ്രചോദനം എന്താ? പെൺകുട്ടികളുടെ മുമ്പിൽ ഷോ ഇറക്കാനോ? കണ്ട, ഇതാണ് തകരാറ്. മകളുടെ കുട്ടി വരെ ആയ ഒരു മനുഷ്യന്റെ അടുത്ത് ചോദിച്ച ചോദ്യം തുടങ്ങിയ സമയത്ത്. അല്ല, അതൊന്നും ഞാൻ പറഞ്ഞത്, ഞാൻ ചെറുപ്പകാലം മുതൽ സിനിമ നല്ലോണം കാണുമായിരുന്നു. അപ്പം അന്ന് ഇന്ത്യൻ ന്യൂസ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് റീൽ കാണിക്കും സിനിമ തുടങ്ങുന്നതിന് മുമ്പ്. ഓർമ്മയുണ്ട്? നാദിർഷാണ്ടുണ്ടോ? നാദിർഷ അറിയാം. അപ്പം നാദിർഷന്റെ പ്രായം ഏകദേശം ഓഡിയൻസിന് അറിയില്ല. അത് യൂട്യൂബിൽ അടിച്ച കാണാം. ഇല്ല, ഇന്ത്യൻ ന്യൂസ് റിവ്യൂ അതിന്റെ കാണാൻ പറ്റുമോ? കാണാം. അപ്പം അന്ന് ഈ സർവീസസിന്റെ ഒരു കോമ്പറ്റീഷനൊക്കെ ഈ ഇതിൽ കാണിക്കും. സർവീസ് എന്ന് പറഞ്ഞാൽ പിന്നെ മിലിറ്ററി ഫോഴ്സിന്റെ, മിലിറ്ററി, നേവി, പിന്നെ എയർഫോഴ്സ്, ഇവരുടെ 3 കൂടിയിട്ടുള്ള മത്സരം ഈ ന്യൂസ് റീലിൽ കാണിക്കും. അപ്പോൾ അത് ബോഡി ബിൽഡിങ്, പിന്നെ അതുപോലെ പവർ മാൾട്ട്, അതിൻ്റെ ഒരു പരസ്യം അങ്ങനെ ബോഡി ബിൽഡറിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ആകണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ.
വേറെന്താണ് ഈ അബു സലീം എന്ന് പറയുന്ന ഒരു പേരില് ഒരു അധോലോക ഉണ്ട് ഉണ്ടല്ലേ? അജിത്ത് എന്ന് പറഞ്ഞിട്ട്, കൊല്ലം അജിത്ത് എന്ന് പറഞ്ഞിട്ട് അധോലോകത്തില് യാതൊരു ബന്ധമില്ല, ഒരു ലോകത്തും ഇല്ല. ശരിക്കും കൊല്ലും അജിത്ത് എന്നല്ലേ? അത് ചില ആൾക്കാർക്ക് ഇങ്ങനെ ഈ സിനിമയിൽ കാണുമ്പം ഒന്നെങ്കിൽ ആരെങ്കിലും കൊല്ലാൻ വരിക, അല്ലെങ്കിൽ ആരെങ്കിലും തല്ലാൻ വരിക, എന്നിട്ട് തല്ലി വാങ്ങിച്ചുകൊണ്ട് പോവുക. അതല്ലേ സംഭവം. അപ്പൊ അങ്ങനെ ആരെങ്കിലും അസൂയോട് വിളിച്ച് എല്ലാ സിനിമയിലും മോഹൻലാലിന്റെ നേരെ നെഞ്ചു പിരിച്ചിട്ട് അങ്ങനെ ചെല്ലും. ആൾക്കാർക്ക് അറിയാം ഒറ്റ ചവിട്ടിന് അറിയാം. പക്ഷെ എന്നാലും നാദൃശ്യം വന്നിട്ടുണ്ടോ? പക്ഷേ ഓടിച്ചിട്ടുണ്ട് എവിടെങ്കിലും. ഞാൻ കൊണ്ടുണ്ട്. അബുക്ക് വന്നിട്ടുണ്ട് തന്നെ. ഒരു പടത്തിൽ തന്നെ അബുക്ക് കൊന്ന. അതിന്റെ ഒരു കോമഡി ഞാൻ പറഞ്ഞ, അബുക്ക് തന്നെ കഴുത്ത് അറുത്ത് കൊല്ലുന്നൊരു സീനുണ്ട്. ഗാന്ധിയല്ലേ? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ, എടാ സലീം കുമാറിനെ വിളിച്ചു. സലീം വെച്ചു, നീ എവിടെ? ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഇങ്ങനെ ഷൂട്ടിലാണ്. എന്താ അവിടെ? ഞാൻ പറഞ്ഞു, ഇന്ന് എന്നെ കൊല്ലണ സീന്. ആര്? ഞാൻ പറഞ്ഞ, അബൂക്കയാണ് കൊല്ലണം. നീ എന്ത് വില കൊടുത്തു നീ അബൂക്ക ഡയറക്ടർ അടുത്ത് പറഞ്ഞ് ആ സീൻ എനിക്ക് മേടിച്ചു തരും. ഞാൻ പറഞ്ഞു, എന്ത് സീൻ? നിന്നെ കൊല്ലണ സീൻ. ഞാൻ പറയാൻ എന്തിനത്? എടാ നീ ആ പടത്തിൽ കുറേ സീൻ അഭിനയിച്ചിട്ടുണ്ടാവുമല്ലോ എന്താണെങ്കിലും. ഞാൻ പറഞ്ഞ അഭിനയിച്ചിട്ടുണ്ടാ. അപ്പോൾ നിന്നെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും കുറേ സീനിൽ. അപ്പോൾ നിന്നെ വന്ന് ഞാൻ കൊന്നിട്ട് വരുമ്പോൾ എനിക്ക് നല്ല കൈയടി കിട്ടും. നീ അത് കാരണം എന്ത് വില എടുത്തിട്ട് ഞാൻ ആ ഒറ്റ ഷോട്ടിൽ നിന്നെ കൊല്ലുന്നു, ഞാൻ വരുന്നു ഒരു കത്തി എടുത്ത് നിന്നെ കൊല്ലുന്നു, ഞാൻ പോരുന്നു. അത് നീ എനിക്കൊന്ന് ചെയ്ത്